ഹലോ നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയുടെ വടക്കേ അറ്റത്ത് നെടുങ്ങോട്ടൂർ എന്നുള്ളൊരു ഗ്രാമത്തിലാണ്. കുന്തിപ്പുഴയുടെ തീരത്തുള്ള ഗ്രാമത്തിൽ മൂത്തേടത്ത് മന എന്നുള്ളൊരു തറവാടുണ്ട്. നെടുങ്ങോട്ടൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ വള്ളുവനാടിൻ്റെ തനത് അനുഷ്ഠാന കലയായ വേട്ടേക്കരൻ പാട്ട് എന്നൊരു അത്യപൂർവ ചടങ്ങ് നടക്കുകയാണ്. പണ്ട് കോമൺ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് വളരെ അപൂർവമാണ്. ആ ചടങ്ങിൻ്റെ രസകരമായ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വിനയപൂർവ്വം അഭ്യർത്ഥന. നെടുങ്ങോട്ടൂർ മൂത്തേടത്ത് മനയിലെ ഇളം തലമുറക്കാരൻ ശരത്ത് മൂത്തേടം എൻ്റെ മരുമകനാണ് ഇത് നടത്തുന്നത്. വേട്ടേക്കരൻ പാട്ടെന്ന് പറയുന്നത് വേട്ടയ്ക്കൊരു മകൻ, ശിവൻ്റെ പാർവതിയുടെയും മകനായിട്ട് വേട്ടയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു എന്നും, അതല്ല വേട്ടേക്കരൻ എന്ന് പറഞ്ഞ് കാട്ടിൽ താമസിച്ച് ജനങ്ങളെ രക്ഷിച്ചിരുന്ന ഒരാളാണെന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ മൂത്തേടത്ത് മനയിൽ നിന്ന് താഴത്തേക്ക് പുഴയിലേക്കുള്ള ദൃശ്യമാണത്. പുഴയിൽ വെള്ളമാണോ മണലാണോ കൂടുതലെന്ന് അറിയില്ല. ദൂരെ കോസ്വേ ഉണ്ട്. പാലക്കാട് മലപ്പുറത്തിനെ വിഭജിക്കുന്ന രണ്ടാക്കി തിരിക്കുന്ന പുഴയാണത്. അങ്ങ് മണ്ണാർക്കാട് മുതൽ തിരുവേപ്പറ പള്ളിപ്പുറം വരെ നല്ല പുഴയുടെ കാഴ്ചയാണ്. പണ്ട് ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സ്വന്തമായിട്ടൊരു വഞ്ചി തോണിയൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വെള്ളമില്ല, കാലം കൊണ്ടൊന്നും ഇല്ലാതായിപ്പോയി. ഇതാണ് ഇവിടുത്തെ വേട്ടേക്കരൻ ക്ഷേത്രം. മുമ്പ് സ്ഥിരമായിട്ട് വേട്ടേക്കരൻ പാട്ട് നടത്തിയിരുന്നു. നമ്മുടെ മധ്യ കേരളത്തിലാണിത് നടക്കുക. കളം വരച്ചും പാട്ട് പാടിയിട്ടുമൊക്കെയാണ്. തിരുവേപ്പറ സംഘത്തിൻ്റെ തായമ്പകയുണ്ട്. ഇവിടെ തൊട്ടടുത്ത ശിവക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരിക. കോമരം എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ്. അതിൻ്റെ ചടങ്ങുകളാണ് നമുക്ക് കാണാം.
ഈ ഭഗവതിയുടെ കളംപാട്ടും നമ്മുടെ വേട്ടേക്കരൻ്റെ പാട്ടും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ പറയുകയാണെങ്കിൽ ഭഗവതി പാട്ടിന് ഒരുവിധം ചടങ്ങുകൾ കുറവാണ്. പിന്നെ വേട്ടക്കരൻ പാട്ടിന് പല ഈടും കൂറും കളപ്രദക്ഷിണം, പിന്നെ അതേപോലെ മുല്ലക്കൻ പാട്ട്, അതാണ് പൂർണ്ണ രൂപം. ഭഗവതിക്ക് അതുമായിട്ട് നടത്തലുണ്ട്, ചുരുക്കം ആയിട്ട് നടത്തലുണ്ട്. അപ്പോൾ അത് ഓരോ തട്ടകത്തേക്ക് കഴിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ്. ഇവിടെ ഇന്നലെ ഉണ്ടായത് കളരിക്കൽക്കാണ്. കളരിക്കൽക്ക് വെളിച്ചപ്പാടും കാര്യങ്ങളും ഒന്നുമില്ല, വേണ്ട, കുറുപ്പ് മതി, സാധാ തന്നെയുള്ളൂ. വേട്ടക്കാരന് അങ്ങനെയില്ല. വേട്ടക്കാരന് എവിടെ പാട്ട് കഴിക്കുക വെച്ചാലും ഇതേ ഒരു ചടങ്ങിലാണ് നടത്തുക. അങ്ങനെ ഒരു വ്യത്യാസം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഉള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഭഗവതി പാട്ടും വേട്ടക്കരൻ പാട്ടും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. കളം വരച്ചത് നിങ്ങളാണല്ലേ? വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്തൊക്കെ പൊടികളാണ് ഇതിന് ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായുള്ള ഒരു പൊടികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപ്രാണൻ, പഞ്ചഭൂതങ്ങൾ, പഞ്ചലോഹങ്ങൾ, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ, അങ്ങനെ കൂടിയിട്ടായിരുന്നു നമ്മൾ കളം രൂപം എഴുതുന്നത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചപ്പൊടി. പച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ മഞ്ചാടി, വാഗ അല്ലെങ്കിൽ ഇരുള്, അത് ഇല ഉണക്കി പൊടിച്ചതാണ് പച്ചപ്പൊടി. മഞ്ഞപ്പൊടി സാധാ മഞ്ഞൾപ്പൊടി തന്നെയാണ്. കൃഷ്ണപ്പൊടി എന്ന് പറഞ്ഞാൽ കറുത്ത പൊടി, അത് ഉമി കരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഉമിക്കരി. പിന്നെ അതേപോലെ ഉപയോഗിക്കുന്നത് വെള്ളം, അത് നമ്മൾ സാധാ അരിപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചുവപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പ് കൂടി മിശ്രിതമാണ് അതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ 5 തരം പൊടികളാണ് നമ്മൾ എല്ലാ പ്രാവശ്യം എഴുതുമ്പോഴും ഒരേ ഭാവം വരുമോ? അത് വ്യത്യസ്ത ഭാവങ്ങൾ വരും. പിന്നെ അതേപോലെ ഒരു കളത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ സ്ഥിരമായി പാട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ, ഭഗവതി പാട്ടായാലും വേട്ടക്കിരൻ പാട്ടായാലും എന്ത് സ്ഥിരമായി നടക്കുന്ന ഓരോ പാട്ട് നമ്മൾ വിചാരിക്കും ഇത് ഇന്നലെ കണ്ട തന്നെയുള്ളതെന്ന്. നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കണം. വ്യത്യാസങ്ങളുണ്ടാവും. ആലവട്ടം, മാലയുടെ ഡിസൈൻ, കിരീടം, അങ്ങനെ പട്ട്, അങ്ങനെ പല ഡിസൈനുകൾക്ക് മാറ്റുള്ളൂ. സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിൽ മാറില്ല, അലങ്കാരങ്ങൾ മാറും. എന്നും ഒരു വ്യത്യാസം. ശരി. അപ്പോൾ മൂത്തേടത്ത് മനയിലെ കാർന്നവന്മാരിൽ ഒരാളായിട്ടുള്ള രാമൻ നമ്പൂരി നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം. രാമേട്ട, എന്താണ് ശരിക്കും ഈ വേട്ടക്കരൻ പാട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വേട്ടക്കരൻ ശിവന് അർജുനായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ഉണ്ടായുള്ള മകനാണ് വേട്ടക്കരൻ. അതാണ് വേട്ടയ്ക്ക് ഒരു മകൻ, ആ സമയത്തുണ്ടായ മകൻ, അതാണ് ഈ വേട്ടക്കരൻ എന്നായത്. അതിൻ്റെ സങ്കല്പത്തിൽ പാട്ട് കഴിക്കുക അല്ലേ? അതിന് ഓരോ ദിക്കിലും, പ്രത്യേകിച്ച് ബ്രാഹ്മണൻ ഓരോ ദിക്കിലും ഓരോ പരദേവത സങ്കല്പങ്ങളായിട്ട് ഉണ്ട്. ചിലർക്ക് ഭഗവതിയാണ്, ചിലർക്ക് ഗണപതിയാണ്, ചിലർക്ക് വേട്ടക്കരൻ, ചിലർക്ക് അയ്യപ്പ. അങ്ങനെ അതിൽപ്പെട്ടതോ മൂത്തടുത്ത് വേട്ടക്കരനാണ്. പിന്നെ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് കണ്ടുല്ലോ, അതെന്താണ്? സങ്കല്പത്തിന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാട് വേഷം കെട്ടി അനുഗ്രഹം മേടിച്ചിട്ടാണ് വെളിച്ചപ്പെടാൻ വേണ്ടി വരുന്നത്. അതാണ് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇത് അമ്പലം വേണമെന്നില്ല, വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം അതിന് ഉണ്ടായാൽ മതി. ഈ ഭഗവതിയുടെ പാട്ടും വേട്ടക്കരൻ പാട്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഏറെക്കുറെ ഭഗവതിയുടെ പാട്ടിൽ ഭഗവതി ഇപ്പം ഇവിടെ സംബന്ധിച്ചാൽ ഭഗവതി ദേശത്തിന് കാരണങ്ങളാണ്, ദേശത്തിൻ്റെ ഉടമസ്ഥയാണ്. അപ്പോൾ ആ ദേശത്തിൻ്റെ ഉടമസ്ഥയുടെ പെർമിഷൻ കിട്ടിയാണ് ബാക്കിയുള്ളവർക്ക്. അവരെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബായ്.